വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് പോയി ഓരോരോ മാങ്ങന്റെ വലിപ്പം നോക്കിയാ ഇത്ര ഇത് എല്ലാ മാവിലും ഉണ്ട്. ഇവിടെ കണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ എല്ലാ മാവും ഇത് കണ്ടല്ലേ. ഇവിടെ നിന്ന് നോക്കിയാ ഓരോരോ മാവ് നിൽക്കുന്ന മാങ്ങ കൊലായിട്ട് നിൽക്കുന്ന ഈ സൈസ് ഒരുപാട് വലുതും ചെറുതും ഒക്കെ ഒരാൾക്ക് വേണ്ട സൈസ് ഒക്കെ നമ്മളിതിലുണ്ട്. ഇപ്പൊ ഇത്രയും കൊലകളായിട്ട് നിൽക്കുന്ന മാങ്ങ കണ്ടില്ല ഞങ്ങള്. കോട്ടൂർ കോണം എന്ന് പറഞ്ഞ മാവാട്ടോ. ഇതിന് ഈ കളർ ഉണ്ട്, ഇതേമാതിരി കളറാവും. ഇതിന്റെ ഉള്ളിലെ കളർ ആയിരിക്കും ചുവന്ന കളർ. നമ്മളിത് പൊടിയുവാണെങ്കിൽ നമുക്ക് ചെത്തിയിട്ട് ആളുകൾ കാണിച്ചു കൊടുക്കാം. ആളുകൾ കാണിച്ചു കൊടുക്കും. ഇപ്പൊ നമ്മളെ ഈ ഒരു മാങ്ങ കണ്ടില്ല ഞങ്ങളെ, എത്ര വലിപ്പമുള്ള മാങ്ങ ഇത്. ഇതൊക്കെ ഒരു 700-800 ഗ്രാം ഒരു മാങ്ങ ഉണ്ട്. അപ്പൊ തൂക്കണ്ടില്ലേ, നല്ല സൈസുള്ള മാങ്ങ. ഈ ഒരു ചെറിയ മാവുമ്പോ തന്നെ എത്ര മാങ്ങ നിൽക്കുന്നത് നോക്കാൻ കണ്ടില്ലേ. ഈ നമ്മളിപ്പോ ഗ്രീൻ അഗ്രോ ഫാമിലാണ് ഉള്ളത്. ഈ ഗ്രീൻ അഗ്രോ ഫാം എന്ന് പറഞ്ഞ രണ്ടത്താണിയിലാണ്. ഞങ്ങളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് മാവുകൾ കായ്ച്ചും പൂത്തും കായോട് കൂടിയ കണ്ടമാനം മാവ് ഞങ്ങൾ ഈ കൊല്ലം സെയിലായി. എന്നുവെച്ചാൽ ഒരുപാട് മാവുകൾ ഞങ്ങളിൽ കായും ഉള്ള മാവുകളുണ്ട്, പലതരം വെറൈറ്റി മാവുകൾ. ഇത്രയും കൂടുതൽ സെലക്ഷൻ നമ്മളെ അടുത്ത് മറ്റു നഴ്സറിയിലുണ്ടോയെന്ന് അറിയില്ല. നമ്മളെ അത്രയും കൂടുതൽ വലിയ മാവുകൾ ഉള്ള ഒരു നഴ്സറിയാണ് ഇത്. രണ്ടത്താണിയിലാണ്. രണ്ടത്താണി എന്ന് പറയുമ്പോൾ നാഷണൽ ഹൈവേയിൽ കോട്ടക്കൽ പുത്തനത്താണി അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് രണ്ടത്താണി എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിൽ രണ്ടത്താണി എന്ന നാഷണൽ ഹൈവേയിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളോട്ടാട്ടോ ഈ സ്ഥലമുള്ളത്. ആർക്കും വരാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഞങ്ങളെ കൽപ്പകഞ്ചേരി മൃഗാശുപത്രിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളെ നഴ്സറി ഉള്ളത്. ഒരുപാട് വെറൈറ്റീസ് മാവുകളും അതുപോലെ പ്ലാവുകളൊക്കെ ഉണ്ട്. നല്ല കാഴ്ച നിൽക്കുന്ന മരങ്ങളൊക്കെ ഞാൻ കണ്ട് വെറൈറ്റീസ്. അതെ, ഇതൊക്കെ നമുക്ക് ഇവിടെ സെയിൽ ചെയ്യാനുള്ളതന്നല്ലേ ഈ കാഴ്ച നിൽക്കുന്ന ഐറ്റംസ് ഒക്കെ? ഏത് വന്ന് ചോദിച്ചാലും നമുക്ക് കൊടുക്കും. ഇവിടെ അത്ഭുതമായ ഒരുപാട് മാവുകളുണ്ടായിരുന്നു. അതൊക്കെ ആളുകൾ കണ്ട് ഇത് ഞങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കും. ഒന്നും ഇവിടെ നിർത്തൂല. ഏത് നിങ്ങളിപ്പോ ഇത് വന്ന് ചോദിച്ചാലും ഇപ്പൊ വേണേ നമുക്ക് എടുത്തു തരും, കൊടുക്കും. അപ്പൊ എന്നാ വേറെ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കല്ലേ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇത് വിറ്റ് പോവാണല്ലോ വേണ്ടത്. ആളുകൾ കൊണ്ടോട്ടെ, ഒരു രസകരമായി വെക്കട്ടെ. ഇങ്ങനെ എത്രയും വലിയ മാവുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാൻ തന്നെ ഇത് നമ്മളെ കസ്റ്റമറിന് വേണ്ടിട്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഫ്രൂട്ട്സ് പരിചയപ്പെടുത്തുന്ന വീട്ടിലേക്ക് എടുക്കുക അല്ലെ? ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. നമ്മൾ ഈ മാവുകൾ ഇതാ, ഈ കുറേ മാവുകൾ കണ്ടില്ലേ. ഈ എന്താ പറയാ, ഓരോരോ മാവിന്റെ സൈസ് നോക്കട്ടെ. ഈ ഇത്രയും വലിയ ഈ ഗ്രോബിലിരിക്കുന്ന ഇതൊക്കെ എല്ലാറ്റിനും കായ കേട്ടോ, ഒന്നൊന്നല്ല. ഇതിപ്പോ കുറച്ച് വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് പോയി ഓരോരോ മാങ്ങന്റെ വലിപ്പം നോക്കിയാ ഇത്ര ഇത് എല്ലാ മാവിലും ഉണ്ട്. ഇവിടെ കണ്ട് ഇവിടെ നിന്ന് നോക്കിയാ എല്ലാ മാവും ഇത് കണ്ടില്ലേ. ഇവിടെ നിന്ന് നോക്കിയാ ഓരോരോ മാവ് നിൽക്കുന്ന മാങ്ങ കൊലായിട്ട് നിൽക്കുന്ന നോക്കിയാ ഇതൊക്കെ കണ്ടില്ലേ. അതേമാതിരി കണ്ടില്ലേ, ഇതുണ്ട വലിയ മാങ്ങ. ഇത് ഓരോന്നിനും സൈസ് എത്ര വരുമോ? ഒരു മാങ്ങ ഒരു 700-800 ഗ്രാം വരും. ഫുള്ള് എന്താ പറയാ, ചെറിയ അണ്ടിയാ ഉള്ളില്. ഇതിലും 2-3 ഐറ്റം ഉണ്ട്. ചിരിക്കൽ രസാലു, പിന്നെ അങ്ങനെ പെരുരസാലു, ചിരിക്കൽ രസാലു എന്നൊക്കെ പറഞ്ഞ പേരുള്ള എല്ലാം ഈ എന്താ പറയാ തൈലൻഡി വെറൈറ്റികളാട്ടോ. നല്ല ടേസ്റ്റുള്ള മാങ്ങകളാണ്. നമുക്ക് എല്ലാത്തിനും കാഴ്ച നിൽക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ ഓരോരോ തൈ കണ്ടില്ലേ, ഇതൊക്കെ നല്ലൊരു മാവായിട്ടില്ലേ. ഇത് കണ്ടില്ലേ, എന്താ ഇതിനൊക്കെ വലിപ്പം കണ്ടില്ലേ, നല്ല വലിപ്പമുണ്ട്. ഈ തൈന്റെ വില അറിയാം ഞങ്ങൾക്ക് എത്രയാണ്? ഇത് നമുക്കൊരു ഓഫർ, റംലാൻ ഓഫർ എന്നുള്ളത് നമുക്ക് ഒരു 1200 രൂപയ്ക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. നമ്മൾ 1500 പറ്റുന്ന മരങ്ങളാണ്. ഇതിപ്പോ ഒരു റംലാൻ ഈദ് ഓഫർ എന്നുള്ളതിലേക്ക് 1200 കൊടുക്കാം. 1200 രൂപ. വലിയ മരങ്ങളാട്ടോ. വലിയ മരങ്ങൾ മാത്രമല്ല കാഴ്ച നിൽക്കുന്ന മരങ്ങൾ. അതാണ് നമ്മൾ തെരഞ്ഞെടുത്ത് കൊണ്ടുപോയിക്കോ. വേണ്ടത് തെരഞ്ഞെടുത്ത് കൊണ്ടുപോകണം. മരത്തിന് നമുക്ക് എന്താ മതി ഈ ഒരു ഓഫർ എന്നുള്ളതിലേക്ക് 1000. ഇപ്പൊ ഓരോരോ മാങ്ങന്റെ വലിപ്പം കണ്ടില്ലേ, ഇവിടെ കാണിച്ചു കൊടുക്കുക കേട്ടോ. ഇവിടെ മാങ്ങോട് കൂടി കൊണ്ടുപോവാം. ഇത്രയും വലിയ മരങ്ങള് വെറും 1200. നല്ല ടേസ്റ്റി മാങ്ങ കേട്ടോ, നല്ല ടേസ്റ്റി മാങ്ങ. 100% നമുക്ക് ഗ്യാരണ്ടിയോട് കൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയാണ്. കാരണം പാപ്പൊക്കെ അത് കഴിച്ചിട്ടുണ്ടാവും അല്ലെ? അതെ, ഞങ്ങള് ഇഷ്ടം പോലെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോയി തന്നെ നമുക്ക് കിട്ടി കഴിച്ചിട്ടുണ്ട്. അവര് ഇതുകൊണ്ടിട്ട് ഉറപ്പിലാണ് പറയണത്. നല്ല മാങ്ങ എന്നാ പറയണത്. കാഴ്ച നിൽക്കുന്ന മരങ്ങളാണ്. നമുക്ക് ഇവിടുന്ന് ഈ ഒരു റേറ്റിന് 1200 രൂപയ്ക്ക് ഇത്രയും വലിയ മരങ്ങൾ കടവണ്ണ കാണുന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഈ അടിഭാഗമൊക്കെയാണ്. അടിഭാഗം കണ്ടില്ല, അതിന്റെ വലുപ്പമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്യേണ്ടത്. അത്രയും ബുഷായിട്ടുള്ള, മേലക്കൊക്കെ ബുഷായിട്ടുള്ള നല്ല മരങ്ങൾ തന്നെയാണ്. അടിപൊളിയായിട്ട് 1200 രൂപയ്ക്കാണ് ഇത് ഇവിടെ വിൽക്കുന്നത്. ഈ സൈസ് ഒരുപാട് വലുതും ചെറുതും ഒക്കെ ഒരാൾക്ക് വേണ്ട സൈസ് ഒക്കെ നമ്മളിതിലുണ്ട്. ഇപ്പൊ ഇത്രയും കൊലകളായിട്ട് നിൽക്കുന്ന മാങ്ങ കണ്ടില്ല ഞങ്ങള്. കോട്ടൂർ കോണം എന്ന് പറഞ്ഞ മാവാട്ടോ. ഇതിന് ഈ കളർ ഉണ്ട്, ഇതേമാതിരി കളറാവും. ഇതിന്റെ ഉള്ളിലെ കളർ ആയിരിക്കും ചുവന്ന കളർ. നമുക്ക് പൊടിയുവാണെങ്കിൽ നമുക്ക് ചെത്തിയിട്ട് ആളുകൾ കാണിച്ചു കൊടുക്കാം. അത് പഴുത്ത് വരുന്നേ ഉള്ളൂ. നോക്കുമ്പോ ഉള്ളു ഫുള്ള് നല്ല എന്താണെന്നറിയോ, ഭയങ്കര രസകരമായ ചുവന്ന കളറുള്ള നല്ല ടേസ്റ്റി മാങ്ങ. അടിപൊളി മാങ്ങായിരിക്കും. അടിപൊളി മാങ്ങ. ഇത് നമ്മൾ പലവട്ടം നമ്മളിവിടെ എന്താ പറയാ വീഡിയോ എടുത്ത് കാണിച്ചു എല്ലാം ഒരുപാട് മാങ്ങകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടോ, മരം വലിയ മരമാണിത്. മേലക്കൊക്കെ അടിപൊളിയായിട്ട് ബുഷായി നിൽക്കുന്ന മരം തന്നെയാണ്.
ഇതിപ്പോ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് റമ്മിൽ സെറ്റ് ചെയ്ത് വെച്ചത്. ഇപ്പൊ ഭൂമി ഇല്ലാത്ത നിലമില്ലാത്തവർക്ക് അവരുടെ മുറ്റത്തോ വാർപ്പുമലോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാൻ പറ്റിയ സൈസുള്ള വലിയ മാവാണ്. ഏകദേശം 10 അടിയിലേറെ ഉയരം ഉണ്ടാവും ഇപ്പൊ. കണ്ടില്ലേ അങ്ങനെ അത്രയും ബുഷാണ്. കണ്ടാ ഇത്രയും വലിയ മാവ്, വലിയ മരം എന്നെ പറയാ. ഇതിലെ ഈ മാങ്ങന്റെ വണ്ണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാങ്ങ ഇട്ടത്. ഇപ്പൊ വീഡിയോയിൽ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും കിട്ടുന്നില്ല. അടിപൊളി വലിയ മാങ്ങ തന്നെയാണ് കാണുന്നത്. നമുക്ക് ഇതിന്റെ ചെറിയ തൈകൾ ചോദിച്ചു കൊടുക്കണ്ടോട് കൂടിയത് തന്നെ ഇഷ്ടം പോലെ 600 രൂപ മുതൽ നമ്മളൊക്കെ സ്റ്റാർട്ട്. ഫ്ലവർ വന്നത് ഫ്ലവറും മാങ്ങയോട് കൂടി നമുക്ക് കാണിക്കാം, വീഡിയോയിൽ കാണിക്കാം. വെറൈറ്റി സപ്പോർട്ടാ. ഇത് സപ്പോർട്ടിന് ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഈ ഇല കണ്ടില്ല, മിലിറ്ററി ഇല, അതായത് വേരികെറ്റഡ് എന്നതിയ പേര്, മിലിറ്ററി കുപ്പായം പോലത്തെ. ഇതിന്റെ കായ കാണിച്ചു കൊടുക്കണോ നമ്മളെ പ്രേക്ഷകർക്ക്? ഈ ഓരോരോ കായ, ഈ ഒരു കായ പോലെ ഒരാൾക്ക് തിന്നാൻ. കണ്ടില്ലേ കൊല്ലായിട്ട് ഇങ്ങനെ. ഇതിപ്പോ തന്നെ കണ്ട പൂവുണ്ട്, കായുണ്ട്, ചെറിയ കായുണ്ട്. ഒരു മരത്തിലാണല്ലോ ഇപ്പത്. എന്നുവെച്ചാൽ എല്ലാ കാലത്തും 365 ദിവസം ഇതിമ കായ ഉണ്ടാവും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. എപ്പോഴും കായുണ്ട്. അപ്പൊ നമുക്കിനെ കാണാലോ വലിയ വലിയ കായ, മൂത്ത കായതാ. ഇതിമ തന്നെ ചെറിയ കായ കണ്ടില്ലേ, ഇതാ കണ്ടില്ലേ, ഇതിമ തന്നെ ഫ്ലവർ ഉണ്ടില്ലേ. അതാണ് ഇത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, എപ്പോഴും. അതാണ് ഈ ഇതിന്റെ പേരിന്റെ പ്രത്യേകത. ഇതൊക്കെ നമ്മൾ സ്ഥലം ഇല്ലാത്തവനും വലിയ റമ്മിലോ വെച്ചാലും വലിയൊരു ഗ്രോബയിലോ വെച്ചാലും എന്താവാം. പിന്നെ നമുക്ക് മുറ്റത്തെ കാര്യം ഒരു മറ്റുള്ള പക്ഷികളൊന്നും കേടെടുത്താതെ സംരക്ഷിക്കാനും കഴിയും ഇങ്ങനെയൊക്കെ വെച്ചാൽ. ഓക്കെ, ഇതൊക്കെ നല്ലൊരു മരം തന്നെ അല്ലേ, നല്ല മേലൊക്കെ കട്ടിയുള്ള ഒരു മരം തന്നെ. ഇതിപ്പോ ഇതിന് ചെറുതുണ്ട് നമ്മുടെ വേണ്ടുണ്ട്. 250 രൂപ മുതൽ ഞങ്ങളാക്കി ഇതിനെ മരങ്ങളുണ്ട്. അതൊക്കെ കായോട് കൂടി കേട്ടോ, കുറച്ച് ചെറുപ്പാന്നേ ഉള്ളൂ. ഇതിലാണ് ഇപ്പൊ നമുക്ക് ഈ കായോട് കൂടിയുള്ള എത്ര രൂപ കൊടുക്കാം? നമ്മൾ കൊടുക്കുന്നത് 1000 രൂപക്കാണ്. നമുക്കൊരു ഓഫർ എന്നുള്ളവർക്ക് 800 രൂപ കൊടുക്കും. 800 രൂപ കൊടുക്കാം. 800 രൂപയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരു പ്ലാൻ തന്നെയാണ് ഇത്. കായോട് കൂടിയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. എത്ര വലിയ മരല്ലേ കണ്ടില്ലേ നിങ്ങൾ? ഇത്ര വലിയ മരല്ലേ കണ്ടില്ലേ? അതെ, കായോട് കൂടി കൊണ്ടുപോവാ 800 രൂപക്ക്. നല്ല മരം തന്നെ കേട്ടോ. അത്യാവശ്യം നല്ല വലിയ കടവണ്ണൊക്കെ ഉള്ള, നല്ല മേലക്കൊക്കെ നല്ല ബുഷായിട്ടുള്ള നല്ലൊരു മരം തന്നെയാണ് ഇത്. നമ്മുടെ അടുത്ത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടോ? ഈ 800 രൂപന്റെ ഐറ്റം ഈ ഇത് ഒരു സൈസിലുണ്ടാവും. പിന്നെ ചെറുത് എത്ര രൂപ ഇട്ടെന്ന് പറഞ്ഞാൽ 200 രൂപ ഇട്ടിട്ട് 200 രൂപ ഇട്ട് ഇതിന്റെ ചെറിയ തൈകളും സ്റ്റോക്ക് ഉണ്ട്. ഇത് ബാപ്പൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ സപ്പോർട്ട? വളരെ ടേസ്റ്റബിൾ ആണ്, നല്ല ടേസ്റ്റ് ആണ്. ഇങ്ങനെ പോയിട്ട് നിൽക്കുമല്ലോ. ഇപ്പൊ 4 ദിവസം കഴിഞ്ഞത് പോയിക്കാനായില്ലേ, 30 പോയിക്കാനായില്ലേ. നമ്മളെ ഈ ഒരു മാങ്ങ കണ്ടില്ലേ നിങ്ങളെ? എത്ര വലിപ്പമുള്ള മാങ്ങ ഇത്? വലിപ്പം ഇതൊക്കെ ഒരു 700-800 ഗ്രാം ഒരു മാങ്ങ ഉണ്ടാവും. അപ്പൊ തൂക്കണ്ടില്ലേ? നല്ല സൈസുള്ള മാങ്ങ. ഈ ഒരു ചെറിയ മാവുമ്പോ തന്നെ എത്ര മാങ്ങ നിൽക്കുന്നത് നോക്കാണ്. കണ്ടില്ലേ? ഈ ചെറുതും വലുതും ഈ തൂങ്ങി നിൽക്കുന്നൊക്കെ ഈ ഒരു ചെറിയ മാവ് എന്നാണ്. കൊലായിട്ട് നിൽക്കുന്നുണ്ടല്ലേ? കണ്ടില്ലേ? ഈ മാവ് ഏതാണെന്നറിയോ? ഹിമാസാഗർ എന്നാ പറയുന്നത്. ഹിമാസാഗർ എന്ന് പറഞ്ഞ മാവാണ്. ഹിമാപസന്ത് എന്ന് കേട്ടില്ല, അതേപോലെ തന്നെ ഹിമാസാഗർ എന്ന് പറഞ്ഞ മാവാണ്. ഈ ഒരു മരത്തുമേ അത്രയും കാഴ്ചക്കണല്ലേ? അതെ. ഈ ഒരു ചെറിയ മാവ് അപ്പൊ നമ്മൾ എതിമലൊക്കെ നല്ലോണം കായ പിടിക്കുന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ ഈ കാണുന്നത്. ഒരു മാവുമ്പത്തിന് നമ്മൾ ഇത്രയും വലിയ വലിയ മാങ്ങകളും അതേപോലെ ഇതേപോലെ കൊലകൊലായിട്ടുള്ള ചെറിയ മാങ്ങകൾ കണ്ടില്ലേ? ഇവിടെയൊക്കെ കാണും. ഇതൊക്കെ ഒരു മാവത്താണ് അല്ലല്ലോ, ഇതൊക്കെ ഈ മാവത്താണ്. അതെ, ഈ ഒരു ചെറിയൊരു മരത്തുമല ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണുന്ന മാവിന് കുറെ വില ഉണ്ട് വിചാരിക്കും. ഇതിപ്പോ നമ്മൾ 1500 രൂപക്ക് കൊടുക്കുന്ന തൈയാണ്. വെറും 1500 രൂപ ഇത്രയും മാങ്ങോട് കൂടെ കൊടുക്കുന്ന ഈ തൈ. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരാൾ വരുമ്പോ നമ്മൾ ഇനിയും എന്തെങ്കിലുമൊക്കെ ഒരു പെരുന്നാൾ ഓഫർ എന്നുള്ള 100 ഒക്കെ കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം ഇത്രയും വലിയൊരു മാങ്ങക്കുള്ള മരമാണ് ഈ കൊടുക്കുന്നത് ഇത്രയും ചീപ്പ് റേറ്റിന്. ഇത് ഫസ്റ്റ് ടൈമിൽ ഉണ്ടാവുന്നത് അത് മുൻപ് ഉണ്ടായില്ല. ഇത് നമ്മളെടുത്ത് വന്നിട്ട് ഈ മാവ് അത്രയല്ലേ ആയുള്ളൂ. ഇങ്ങനെ ഉണ്ടാവുന്ന ആളുകൾ കൊണ്ടുപോകല്ലേ. ഇതിപ്പോ ചിലപ്പോൾ നാളെ തന്നെ വരുമ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല, ആൾ ഇത് കണ്ടുകൊണ്ടുപോകല്ലേ. അതെ. ഇവിടെ ഇഷ്ടം പോലെ മാവ് ഓരോ ദിവസവും ഈ കായോട് കൂടിയ മാവുകൾ ഓരോരുത്തർ വന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോകണം. കൊടുക്കാവില്ല അറിയാൻ പറ്റില്ലല്ലോ. നമ്മൾ ചോദിക്കുന്ന വില അവർ തരികയാണ്, പിന്നെ കൊടുക്കണം. ഒട്ടനവധി മാവുകൾ നമ്മളോട് 200-ലധികം വെറൈറ്റി മാവുകളുണ്ട്, പല പേരുകളായിട്ടുള്ള ചെറുതും വലുതും അങ്ങനെ തുടങ്ങി കായും പൂവും ഒക്കെ ഉള്ളത്. ഇപ്പൊ മാങ്ങന്റെ ഒരു സീസണാണ്, മാങ്ങന കായുന്ന ടൈമാണ്. അതുകൊണ്ട് ഒരുപാട് മാവില് നമ്മളൊക്കെ മാങ്ങയുണ്ട്. പൊയ്ക്കാനായ മാങ്ങൻ കോട്ടൂർക്കാണുമ്പോലൊക്കെ ഉണ്ടല്ലോ, പൊയ്ക്കാനായ മാങ്ങൻ പോയിട്ട് വീണ് നമ്മൾ അറുത്തു, അങ്ങനെ കുറെ മാങ്ങളുണ്ട്. നമുക്കിത് റംസാൻ ഓഫർ ആയിട്ട് ഇതൊരു 1500 വിറ്റീന്ന് പറഞ്ഞില്ല. ഇതിപ്പോ 2000 പറഞ്ഞാലും ആളുകൾ അധികം എന്ന് പറയില്ല. ഇത് നമുക്കൊരു 1500 കൊടുക്കുന്നത്. എന്തെങ്കിലും ചെറിയൊരു ഓഫർ. ചിരിക്കു രസാലു പറഞ്ഞ ചിന്ന രസാലു എന്നൊക്കെ പറഞ്ഞു അതിന് വലിയ മാങ്ങ അത് വരുന്നത്. നല്ല രസമുള്ള മാങ്ങ പിടിക്കണ്ടില്ല ഇവിടെ. ഇത് മാത്രല്ല, ഇതിപ്പം ഇത് വലിയത് അതിന്റെ ചെറുത് ഇങ്ങനെ ഇവിടെ മുകളിലൊക്കെ കണ്ടില്ലേ? ചെറിയ മാങ്ങകൾ ഇവിടേക്ക് ചെറിയ മാങ്ങകൾ ഉണ്ടല്ലോ, ഉണ്ടല്ലോ ഇവിടെ ഇതിലൊക്കെ ഉണ്ട്. പിന്നെ ആ കൊമ്പിൽ ചെറിയ മാങ്ങ അതിന്റെ കൂടെ തന്നെ വലിയ മാങ്ങൊക്കെ ഉണ്ട്. വലിയ മരം കായ്ക്കുന്നുള്ള. അതെ, ഇവിടെ കാഴ്ച നിൽക്കണതാണ് നമ്മൾ ഒരുപാട് കാണുന്നത്. ഇതൊക്കെ നമുക്ക് എത്ര രൂപ കൊടുക്കാം? ഇത് ഇങ്ങനെ കവർ വണ്ണൊക്കെ കണ്ടില്ലേ? നമ്മൾ വലുതാക്കാൻ വേണ്ടി വെച്ച മാവാണ്. എന്നാലും ഒരു ഓഫർ ആയിട്ട് കൊടുക്കാം.
പക്ഷെ നമുക്ക് എത്ര രൂപക്ക് കൊടുക്കാം ഓഫർ ആയിട്ട് ഇത്? ഇതിപ്പോ നിങ്ങൾ കണ്ടില്ല ഇതിന്റെ കടവണ്ണൊക്കെ നോക്കാണ്. ഇത് ഗ്രോ ബാഗ് കണ്ടില്ല നിങ്ങള്? ഇത് നമുക്കിപ്പോ 1 കൊല്ലോ 2 കൊല്ലോ ഇതിൽ തന്നെ വെച്ച് ഓരോ വർഷം ഇങ്ങനെ വലുതാവും. ഇതിപ്പോ നമ്മള് ഒരു 2500 രൂപക്ക് നമുക്കൊരു ഓഫറിലേക്ക് ഇതിപ്പോ നമ്മൾ കുറച്ച് കാലം വെക്കണത് വലിയ മാവായി മാറും. ഇതേതാ പാപ്പൊക്കെ ഈ മാവ് ഫ്ലവർ ഉണ്ടല്ലോ? ഇത് നാണ്ടോക്കുമായി ഇത് ഇവിടെ ഒരുപാട് മാവ് നാണ്ടോക്കുമായി ഉണ്ടായിരുന്നു കേട്ടോ. ഈ കൊല്ലം കായ്ച്ചതും പൂവെന്നൊക്കെ മുഴുവൻ ആളുകൾ പൊക്കി. നമ്മൾ നല്ലൊരു ഓഫർ വിലക്കുക കൊടുത്തിരുന്നത്. ഇത് നിറയെ അതേപോലെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാടെണ്ണം ഞങ്ങൾ ഈ വർഷം വിറ്റ് പോയതാണ് നാണ്ടോക്കുമായി. എന്നാൽ ഇപ്പോൾ നാണ്ടോക്കുമായി വലിയ അല്ലാതെ ഒരുപാട് തൈകൾ ഇവിടെ വന്ന് ഇത് നാണ്ടോക്കാണ്. ഈ പീസിൽ ഗ്രോ ബാഗിൽ ഇരിക്കുന്ന ഈ മാവുകളൊക്കെ 1500 രൂപ കൊടുക്കുന്നു. ഈ നാണ്ടോക്കുമായിന്റെ ഈ തൈകൾ അടിപൊളി നല്ല മരം തന്നെ, നല്ല ബുഷി മരം തന്നെ. അതൊക്കെ പൂവ് വന്നിരുന്നേ, ഫ്ലവർ വന്നൊക്കെ ആളുകൾ കൊണ്ടുപോയതാണ്. ഒരു തെരഞ്ഞുണ്ടോ ഇത് ഇപ്പൊ പെട്ടെന്ന് ഫ്ലവർ വരുമല്ലോ? വരും. എന്തായാലും ഇപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് ഫ്ലവറും കായും വരാൻ സാധ്യത. ഓരോരോ മരങ്ങൾ നിങ്ങൾ കാണില്ലേ, നല്ല ബുഷായിട്ടുള്ള നല്ല ഗ്രോത്ത് ഉള്ള നല്ല തൈകളാണ് കേട്ടോ. നല്ല വലിയ കവർ തന്നെയാണ്, നല്ല കടവണ്ണൊക്കെ ഉള്ള അടിപൊളി മരം തന്നെയാണ്.